ഞാൻ ബിന്ദു, എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ കണ്ടോ, ചെടിയുടെ ഹരിതകമെല്ലാം കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന, അത് എവിടേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടറിയാം കേട്ടോ. ഹരിതകമെല്ലാം ഇങ്ങനെ തിന്ന് തീർത്തിട്ട് ഇലയെ വല പോലെയാക്കി കളയും. അങ്ങനെയുള്ള ആമയുടേതുപോലത്തെ ഷേപ്പിലുള്ള വണ്ടുകളെയും വണ്ടുകളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേനൽക്കാലത്താണ് ഇവയെ കൊണ്ടുള്ള ശല്യം കൂടുതലെങ്കിലും എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആമ വണ്ടുകളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. വഴുതന, വെള്ളരി, പാവൽ പോലെയുള്ള ചെടികളിലാണ് ഇവരുടെ ശല്യം കൂടുതലായി കാണുന്നത്. എന്നുവെച്ച് മറ്റുള്ള പച്ചക്കറി ചെടികളിലും കാണാനില്ല എന്നല്ല. ഏകദേശം 120 മുതൽ 180 വരെയുള്ള മുട്ടകളാണ് ഈ ആമവണ്ടുകൾ ഒരേ സമയം ഇട്ടുകൂട്ടുന്നത്. അത് ഇലകളുടെ അടിയിൽ, നമ്മുടെ പച്ചക്കറി ചെടികളുടെയൊക്കെ ഇലകളുടെ അടിയിൽ വന്ന് പറ്റിപ്പിടിച്ചിരുന്ന് മുട്ട വിരിഞ്ഞ് ലാർവയായി, പ്യൂപ്പയായി, വണ്ടുകളായി രൂപപ്പെടുന്ന ആ ഒരു കാലചക്രം ഏകദേശം ഒരു 17-18 ദിവസം വരെ ദൈർഘ്യമുള്ളതാണ്. എന്നാൽ ഇതുപോലെ മഴയും തണുപ്പുമൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ദിവസം എടുക്കാറുണ്ട് അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കിയെടുക്കാൻ. തുടർച്ചയായ മഴയും തണുപ്പും ഒക്കെയുള്ളൊരു സമയത്ത് നമ്മൾ ഇവരെ അങ്ങനെ കാണാറില്ല. ഈ ചെടിയുടെ ഇലകളുടെ മുകളിലൊന്നും അങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചാൽ, ഈ മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു സമയത്ത് ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഉണങ്ങിയ ഇലകൾ, കരിയിലകളുണ്ടല്ലോ, അവരുടെയൊക്കെ അടിയിൽ പറ്റിപ്പിടിച്ച് ഒളിച്ചിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിന് ഏറ്റവും ഫലപ്രദമായ ജൈവ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് ബിവേറിയ ഉപയോഗിക്കുന്നതാണ്. ബിവേറിയ ഇതൊരു ജൈവ കുമിൾനാശിനിയാണ്. അപ്പം നമ്മൾ ഇതിനെ ഇതുപോലെ കവർ പൊട്ടിച്ചെടുത്ത് ഏകദേശം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 20 ഗ്രാമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ കപ്പിനകത്തോട്ട് 1 സ്പൂൺ നിറച്ച് ഈ ബിവേറിയ എടുക്കുവാണ്. എന്നിട്ട് നമുക്കിതിനെ വെള്ളത്തിനകത്ത് കലക്കണം. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ലയിപ്പിക്കാം. കാരണം പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ലയിപ്പിക്കുവാണെങ്കിൽ ഏകദേശം മുഴുവനും നല്ലതുപോലെ നമുക്ക് വെള്ളത്തിനകത്ത് അലിഞ്ഞു കിട്ടും. കണ്ടോ? അപ്പോൾ ഇതുപോലെ 1 സ്പൂണ് അല്ലെങ്കിൽ ഏകദേശം 20 ഗ്രാം എടുത്ത് നമ്മൾ വെള്ളത്തിനകത്ത് ലയിപ്പിക്കുക. കുറച്ച് വെള്ളത്തിനകത്ത് ആദ്യം ലയിപ്പിച്ചെടുക്കുക. നല്ലവണ്ണം പറ്റുന്നത്ര അലിയിക്കുക. എന്നുവെച്ചാൽ കുറച്ച് നേരം ഇത് വെള്ളത്തിനകത്ത് കിടന്നാലും പൂർണ്ണമായും വെള്ളത്തിലേക്ക് അലിയുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ബാക്കി ഏകദേശം 1 ലിറ്ററും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പം ഞാൻ ഇതിനെ ഒരു സ്പ്രെയറിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഈ സ്പ്രെയറാണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊന്ന് തുറന്നെടുക്കട്ടെ. എന്നിട്ട് ഇതിപ്പം ഏകദേശം ഒരു 1/2 ലിറ്ററോളവേ ഇതായിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 ലിറ്റർ ഒഴിച്ചു. ഇത് ഏകദേശം നല്ലോണം ഇതിനകത്ത് ലയിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചും കൂടെ തരാവേ. അപ്പോൾ ഇതിനെ നമുക്കിനി അടച്ച് നല്ലോണം പ്രഷറാക്കി എടുക്കണം. അപ്പോൾ ഇതിനാദ്യം നമ്മളിതിനെ നല്ലോണം അടയ്ക്കുക. കണ്ടോ? നല്ല ടൈറ്റായിട്ട് അടച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രഷർ നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ അടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് പ്രഷർ ആയിക്കോളും. ഇച്ചിരി നേരം നമ്മൾ പ്രഷർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് തുടക്കത്തിലെ കാലിപ്പാത്രമായിരുന്നില്ല, ഇതിനകത്തൊന്നും ഇല്ലാതിരുന്നതായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതായതുകൊണ്ട് നന്നായിട്ട് പ്രഷർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കീടങ്ങളുടെ ശല്യമുള്ള ചെടിയിൽ അടിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. മഞ്ഞ നിറത്തിൽ കണ്ടോ? ഈ മഞ്ഞ നിറത്തിൽ അതിൻ്റെ മുകളിൽ മുഴുവനും ചെറിയ രോമങ്ങൾ പോലെ പിടിച്ചിരിക്കും. നമ്മൾ ആമവണ്ടിനെ കണ്ടാൽ ഇതേപോലെ അല്ല ഇരിക്കുന്നത്. പക്ഷേ ആമവണ്ടിൻ്റെ ഒരു പ്യൂപ്പയുടെ ആകുന്നതിന് മുന്നേ ഉള്ള ഒരു ലാർവയുടെ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രൂപത്തിലുള്ളതാണ് ഇത്. ഇത് വളർന്നിട്ടാണ് ആമവണ്ടായി മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ബിവേറിയ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് ചത്തുപൊക്കോളും കേട്ടോ. ചത്തുപോകുകയോ അല്ലെങ്കിൽ ഈ സ്ഥലത്തു നിന്ന് അവരങ്ങ് മാറിപ്പോവും. ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്തെടുത്ത് അതെല്ലാം കണ്ടോ ഊർന്നൂർന്ന് പോയി. ആ മഞ്ഞ നിറത്തിലുള്ളതിന് അത്രയ്ക്ക് വേഗത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കണ്ടോ? ഇതിൻ്റെ പുറകിൽ കണ്ടോ ആമവണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് ആമവണ്ടെന്ന് പറയുന്ന സാധനം. വലിപ്പത്തിൽ ഇത്രയേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, നാശകാരി എന്ന് പറഞ്ഞാൽ ഒരു ചെടി മുഴുവനും തിന്ന് തീർക്കാൻ മണിക്കൂറുകൾ മതി അവർക്ക്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒപ്പം ഉണ്ടല്ലോ,
ഇവരുടെ മുട്ടകൾ അതുപോലെ തന്നെ ഇവരുടെ ലാർവകൾ ഒക്കെ മണ്ണിലും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ അളവിൽ തന്നെ കലക്കി ഉണ്ടാക്കിയിരിക്കുന്ന ലായനിയെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് തുറന്നെടുത്തിട്ട് ഇതിനെ തന്നെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. കാരണം ഈ മഴക്കാലമായപ്പം പല തരത്തിലുള്ള കീടങ്ങൾ മണ്ണിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയത് കാരണം ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇപ്പം ബിവേറിയ വാങ്ങിക്കാൻ കടയിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച ബിവേറിയ തീർന്നു പോയി, അല്ലെങ്കിൽ ബിവേറിയ ഇല്ല, അങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വേപ്പെണ്ണയാണേ. വേപ്പെണ്ണ എടുക്കുമ്പം എപ്പോഴും നമ്മൾ പറയുന്നത് 5 മില്ലി ആണ്. കൃത്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണാത്തവരെന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് വേപ്പെണ്ണ എത്രയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അളവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചെറിയ ഇതേപോലൊക്കെയുള്ള കുപ്പിയില്ലേ, ഇതിൻ്റെ അടപ്പിന് ഒരടപ്പെടുത്താൽ 5 മില്ലി ആണ്. അപ്പം ഞാനിപ്പം ഒരു ഏകദേശം 5 മില്ലി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ? അപ്പോൾ അത്രയും നമ്മൾ വേപ്പെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കറിയാം വേപ്പെണ്ണ വെള്ളത്തിനകത്ത് ലയിക്കത്തില്ല. ഈ എണ്ണ വെള്ളത്തിനകത്ത് പൊങ്ങി കിടക്കത്തില്ലേ, അതേപോലെ കിടക്കും. അപ്പോൾ ഇവരെ ലയിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? സോപ്പ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ലിക്വിഡ് സോപ്പാണ്. അതിൻ്റെയും 5 മില്ലി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ച വേപ്പെണ്ണ നല്ല വെളുത്ത പാല് പോലെ ഇതിനകത്ത് ലയിക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഇത് ഇതിനകത്ത് കാണാം. കണ്ടോ? വെളുത്ത നിറത്തിൽ കിടക്കുന്ന കണ്ടോ? നമ്മൾ ഒഴിച്ച ബ്രൗൺ നിറത്തിലുള്ള വേപ്പെണ്ണയാണ് ഈ സോപ്പ് ഒഴിച്ചപ്പം വെളുത്ത നിറത്തിലേക്കായി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ 1 ലിറ്റർ വെള്ളത്തിനെ ചേർത്ത് കൊടുക്കുവാണേ. 5 മില്ലി വേപ്പെണ്ണയും 5 മില്ലി സോപ്പും കൂടെ ചേർത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ലയിപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താലും മതി. ഇനി നമുക്കിതിനെ നല്ലവണ്ണം പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഈ വഴുതനയിലോട്ട് അടിച്ചു കൊടുക്കാം. സാധാരണ ആമവണ്ടിൻ്റെ ഉപദ്രവം ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് വഴുതന. കണ്ടോ? ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. ഇപ്പോൾ ഇലകളുടെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കി. ഇവിടെ ഇല്ല ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനികളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉപദ്രവം അങ്ങനെ കാണത്തില്ല. പിന്നെ ഈ മഴയുടെ പ്രശ്നമായതുകൊണ്ടേ ഉള്ളൂ. നമ്മൾ എന്ത് കീടനാശിനി അടിച്ച് വെച്ച് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാലും നമ്മുടെ പുറകെ തന്നെ മഴ വരും, അവരെ കഴുകിക്കളയും. അപ്പം ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെന്ന് വിചാരിച്ചു, നമ്മുടെ അടുത്ത് വേപ്പെണ്ണയില്ല, അതുപോലെ തന്നെ നമുക്ക് ബിവേറിയ ഇല്ലെങ്കിൽ എല്ലാ വീടുകളിലും കാണുന്ന ഒരു സാധനം ഉപയോഗിച്ചും ഇതിനെ നല്ലൊരളവ് വരെ നിയന്ത്രിക്കാം. അതും കൂടെ ഞാൻ പറഞ്ഞു തരാവേ. ഒന്നും ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇത് സോഡാപ്പൊടിയാണേ. അപ്പോൾ സോഡാപ്പൊടിയുടെ 1 സ്പൂൺ എടുത്ത് വെള്ളത്തിനകത്തിട്ട് ഇതേപോലെ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഇതിനെ കലക്കിയെടുക്കണം. അപ്പോൾ മഴ പെയ്തു തുടങ്ങിയേ. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ്. അപ്പോൾ ഇതിനെ നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കാണിക്കാം. 1 സ്പൂൺ സോഡാപ്പൊടി നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഇതിനകത്ത് എടുത്തിരിക്കുവാണേ. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഭയങ്കര മഴ വന്നു. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചു പോയിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം അടച്ച് ഇതിനകത്ത് പ്രഷറാക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണിത്. ഇതാകുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ തന്നെ കാണുകയും ചെയ്യും. നമുക്കൊരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്യാം. ഇവിടെ ഒരു ആമവണ്ട് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടേ. അപ്പം ഞാൻ സ്പ്രേ ചെയ്യാൻ പോവാണ്. കണ്ടോ? ഒന്ന് സ്പ്രേയുടെ ശക്തി കൊണ്ട് പോകും, അതല്ലെങ്കിൽ തന്നെ ഈ സോഡാപ്പൊടിയുടെ ഒരു വഴുവഴുപ്പ് വരും ഇലയിലോട്ട്. അപ്പം തന്നെ ഇവർ ആമവണ്ടുകൾ പറ്റിപ്പിടിച്ചിരിക്കാതെ ഇരിക്കുന്നത് തന്നെ പറന്നു പോകും. പിന്നെ പറന്നു വന്ന് അതിൻ്റെ മുകളിൽ ഇരിക്കാതെയും ഇരിക്കും. നല്ലൊരു പരിഹാരമാണ് നമുക്ക് ഈ സോഡാപ്പൊടി കലക്കി സ്പ്രേ ചെയ്യുന്നത്. ആമവണ്ടുകളുടെ ശല്യം നമ്മളുടെ തോട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ പച്ചക്കറി ചെടികളിലുണ്ടെങ്കിൽ ഞാനിന്നൊരു 2-3 മാർഗ്ഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കണം, നമ്മളുടെ തോട്ടത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഒരു തോട്ടം മുഴുവനും തിന്നു തീർത്ത് നശിപ്പിക്കാൻ അവർക്ക് ദിവസങ്ങൾ മാത്രം മതി. എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിടുക കൂടെ വേണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതേ അവസരത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.